മൂന്നാം തവണയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനു മുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഭാരതം. നിരവധി അഴിമതി ആരോപണങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട് BJPക്കും. പ്രതിപക്ഷം 10 വർഷമായി ഈ രാജ്യത്തിനില്ലായിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നു. ആ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ശക്തമായ ശബ്ദമുയർത്തുന്നു. ഈ സാഹചര്യത്തിൽ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും സർവേകൾ വരുന്നത് പോലെ നിലവിലുള്ള സാഹചര്യത്തിലെ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സർവേയും വരുന്നു. ഈ രാജ്യത്തിൻ്റെ സർക്കാരിനെ പിൻപോട്ട് വലിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഈ സർക്കാരിനെ മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള വികസന നേട്ടങ്ങൾ ഏതൊക്കെയാണ്? ഈ രാജ്യത്തെ ജനപിന്തുണയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിലാണ് ഇപ്പോൾ ഒരു സർവേ പുറത്തു വന്നിട്ടുള്ളത്. ആദ്സക്കും സി വോട്ടർമാരും സഹകരിച്ച് മോഡ് ഓഫ് ദി നേഷൻ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ സർവേ വന്നത് 2024 ഫെബ്രുവരിയിലായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സർവേ ഫലവും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള സർവേ ഫലത്തിലും അജഗജാന്തര വ്യത്യാസം തന്നെയാണുള്ളത്. പ്രധാനമന്ത്രി മുഖമായി മൂന്നാം തവണയും ജനപ്രീതിയുള്ള നേതാവായാണോ നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് എന്ന സർവേ ഫലം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 3 തവണ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയെ ഫെബ്രുവരി മാസത്തിൽ നടന്ന സർവേ ഫലത്തിൽ 50% ആളുകളായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉൾക്കൊള്ളുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്ന സർവേ ഫലത്തിലെ കണക്കുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനങ്ങളിലുണ്ടായ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, സംസ്ഥാനങ്ങളിലെ അഴിമതി ആരോപണങ്ങൾ, സംസ്ഥാനങ്ങളിലെ വികസന നേട്ടങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് പുതിയ സർവേ ഫലം പുറത്തു വരുമ്പോൾ സർക്കാരിനെ പിൻപോട്ട് വലിക്കുന്നതും സർക്കാരിൻ്റെ കുതിപ്പിനെയൊക്കെ പരിപോഷിപ്പിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ ഈ സർവേ ഫലത്തിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. മോഡ് ഓഫ് ദി നേഷൻ സർവേയിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി പരിഗണിച്ചിരുന്നവർ 2024 ഫെബ്രുവരിക്ക് മുമ്പ് 54% പേരായിരുന്നു. അന്ന് 14% പേർ മാത്രമായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുഖമായി രാഹുൽ ഗാന്ധിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ അതിന് നേരിയ കുറവുണ്ടാകുന്നു. 49%-ത്തിലേക്ക് കുറയുന്നു. 22%-ത്തിലേറെ ആളുകൾ പറയുന്നു രാഹുൽ ഗാന്ധി ജനപ്രീതിയുള്ള നേതാവാണ് എന്ന്. അതായത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിനു ശേഷം നേരിയ കുറവ് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയ്ക്കുണ്ടാകുന്നു. ആ കണക്കുകളൊക്കെ വ്യാജമാണെന്നും അത് തിരിച്ചുപിടിക്കുവാൻ കഴിയുന്നത്ര വലിയ ജനപിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ മാത്രം മുൻപോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതിയെന്നും പറയുന്ന BJP നേതാക്കന്മാരും ഏറെയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുന്ന 22% ജനങ്ങളിൽ കൂടുതൽ പേരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൊന്ന് പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ശക്തമായ രീതിയിലാണ് അദ്ദേഹം പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് എന്ന ബോധ്യമാണ് രണ്ടാമത്തെ വിഷയം. മറ്റൊന്ന്, വെറുപ്പിൻ്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നടന്ന സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിച്ച ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടാക്കിയ ജനപിന്തുണ മൂന്നാമത്തെ വിഷയമാണ്. മറ്റൊരു വിഷയമായി സർവേയിൽ എടുത്തിരുന്നത് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയമായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് പറയുന്നത് 28%-ത്തിലേറെ പേരാണ്. മിച്ചം വരുന്നവർ മാത്രമാണ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരില്ല, അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല എന്ന തരത്തിലേക്കുള്ള സർവേ ഫലങ്ങൾ പറഞ്ഞത്. 34% പേർ പറയുന്നു നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് എന്ന്. 15% പേർ പറയുന്നു ശരാശരി നേതാവാണെന്ന്. 10% പേർ പറയുന്നു മോശം നേതാവാണെന്ന്. 13% പേരാണ് വളരെ മോശം നേതാവാണെന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് മറ്റൊരു ചോദ്യമായി സർവേ ഫലത്തിൽ ഉയർന്നിരുന്ന ഒരു കാര്യം കോൺഗ്രസ് ഇപ്പോൾ മത്സരിച്ചാൽ എത്ര സീറ്റുകൾ നേടുമെന്നുള്ളതാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 106 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. BJP ആകട്ടെ 244. 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയതിനേക്കാൾ 4 സീറ്റുകൾ അധികം നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആ സ്ഥാനത്ത് 7 സീറ്റുകൾ അധികം നേടുമെന്ന് കണക്ക് വ്യക്തമാക്കുന്നു. മറ്റു പാർട്ടികൾ 193 സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ത്യ സഖ്യത്തിലോ NDAയിലോ ഇല്ലാത്ത പാർട്ടികൾ വലിയ തകർച്ചയിലേക്ക് പോകുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് ജനങ്ങൾക്ക് വലിയ പാർട്ടികളോടുള്ള അടുപ്പം വർദ്ധിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും കോൺഗ്രസിനോടും BJPയോടുമുള്ള അടുപ്പം. ദേശീയ പാർട്ടി ചായ്വിനോടൊപ്പം ഉഭയകക്ഷി മത്സരത്തിൻ്റെ പ്രവണതയും വലിയ കാരണമായി മാറിയിട്ടുണ്ട്. പിന്നീട് ചോദ്യം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ഈ രാജ്യത്തിൻ്റെ മുഖമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് 2024 ഫെബ്രുവരിയിൽ അന്ന് പറഞ്ഞിരുന്നത് 14% പേർ മാത്രമാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മുഖമാണെന്ന് സമ്മതിച്ചവർ. എന്നാൽ 6 മാസത്തിന് ശേഷം ഇപ്പോൾ 22% പേരാണ് പറയുന്നത് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മുഖമാണ് എന്ന്.
പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം മികച്ച മുന്നേറ്റം നടത്തിയെന്ന് 50%-ലേറെ പേർ പറയുന്നു. ഭാരത് ജോഡോ യാത്രയും കർഷക സമരവും ജാതി സെൻസസും ഒക്കെയാണ് അദ്ദേഹത്തെ മുൻനിരയിലെത്തിച്ച പ്രധാന വിഷയങ്ങളായി കണക്കാക്കപ്പെടുന്നത്. 18% പേർ പറയുന്നു ഏറ്റവും നല്ല നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന്. 28% പേർ പറയുന്നു നല്ല നേതാവാണെന്ന്. 28% പേർ ശരാശരിയിൽ നിൽക്കുന്നു. 14% പേർ പറയുന്നു വളരെ മോശമാണ് എന്ന്. മോഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെന്ന് എന്ന ചോദ്യത്തിന് 28% പേർ പറഞ്ഞത് തൊഴിലില്ലായ്മ എന്ന് തന്നെയാണ്. 19% പേർ പറഞ്ഞു പണപ്പെരുപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന്. 6% പേർ ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാട്ടി. 6% പേർ കാർഷിക പ്രതിസന്ധിയെ ചൂണ്ടിക്കാട്ടി. 6% പേർ വൈദ്യുതി, ജലം, റോഡ് ആ വിഷയങ്ങളിലെ തകർച്ചയും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷത്തെ സർവേയിൽ 26% പേരായിരുന്നു തൊഴിലില്ലായ്മ എന്ന വിഷയമാണ് രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് അത് 2% കൂടിയിരിക്കുന്നു. അതായത് 28% പേർ പറയുന്നു ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലില്ലായ്മയാണ് എന്ന്. എന്നാൽ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള സർവേയിൽ ഝാർഖണ്ഡിലെയും ഹരിയാനയിലെയും 44% പേർ പറയുന്നു തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ദേശീയ ശരാശരിയേക്കാൾ എത്രയോ വലുതാണ് ഈ ശതമാന വ്യത്യാസം എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും രാജ്യത്തിൻ്റെ നീക്കുപോക്കുകളെ പറ്റിയുള്ള സർവേയിൽ ജനം പറയുന്നത് ഇപ്രകാരമാണ്: ശതമാന കണക്കുകൾ പരിഗണിച്ചേ മതിയാകൂ. രാജ്യമിനി ഏത് തരത്തിൽ നീങ്ങണമെന്ന് ഈ ശരാശരി കണക്കുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ചിന്തിക്കുവാൻ. രാജ്യത്തിൻ്റെ മുഖമെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഉയരങ്ങളിലേക്ക് പാറുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്.